ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരും. റാന്നി കോടതി SIT കസ്റ്റഡിയിൽ വിട്ട പോറ്റിയെ പത്തനംതിട്ടയിൽ നിന്ന് നിലവിൽ തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ വളരെ ഗുരുതരമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത് കോടതിയോട്. വളരെ വലിയൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. പല കണ്ണികൾ ഇതിൽ പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ള കണ്ണികളിലേക്കൊക്കെ അന്വേഷണം വേണം. അപ്പോൾ കൂട്ടുപ്രതികളിലേക്ക് എത്താനുള്ള ചോദ്യം ചെയ്യലാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്നത്? പ്രജിത്ത്, ആദ്യ ദിവസത്തെ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ പൂർണ്ണമായും പ്രത്യേക അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണം വീതിച്ചു നൽകിയെന്നടക്കമുള്ള മൊഴികളും അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയും ക്ലാരിറ്റിയും വരുത്തുക, പൊരുത്തക്കേടുകൾ നീക്കുക എന്നതൊക്കെയാണ് ഈ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. അവിടെ പോലീസിന്റെ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലുകളും പുരോഗമിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരനും അദ്ദേഹത്തിന്റെ മറ്റ് CIമാരും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്തൽ എന്നൊക്കെയാണ് ഇന്നത്തെ ദിവസം നടക്കുക. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ചെന്നൈയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലാണ്, അല്ലെങ്കിൽ തെളിവെടുപ്പാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുക. കാരണം ഗൂഢാലോചനയടക്കം പങ്കാളിത്തമുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവിടെ എത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പ്, അവിടെ നിന്നും പിടിച്ചെടുക്കുന്ന രേഖകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടുപ്രതികൾ എന്ന രീതിയിലേക്ക് എത്തിച്ചേരാവുന്ന ആളുകളെയും ഈ ദിവസങ്ങളിൽ, മുരാരി ബാബു അടക്കമുള്ളവരെയും ഈ ദിവസങ്ങളിൽ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകും. ഈ 30-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട നടപടിക്രമങ്ങളിൽ ശബരിമലയിൽ എത്തിച്ചിട്ടുള്ള തെളിവെടുപ്പടക്കം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ചുള്ള തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. പക്ഷേ രാഷ്ട്രപതി എത്തി മടങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരമൊരു നടപടിക്രമത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുക. ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ്, 2 ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്നു പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം നൽകിയ മൊഴികളിലുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് കുറ്റാരോപിതർ ആരൊക്കെയാണോ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുന്ന നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു കഴിഞ്ഞു, തന്നെ കുടുക്കിയവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുമെന്ന്. അതായത് കൂട്ടുപ്രതികളെ പറ്റിയുള്ള തുറന്നു പറച്ചിലുകൾ ഈ ചോദ്യം ചെയ്യലിൽ വളരെ വിശദമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ പ്രതികളെ പറ്റിയും ചില സൂചനകളൊക്കെ വളരെ കൃത്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്ന്, മുരാരി ബാബുവാണ് ഇതിൽ ഏറ്റവും അധികം ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് മുരാരി ബാബുവാണ്. അപ്പോൾ മുരാരി ബാബു എന്ന് പറയുന്നത് ഇടതുപക്ഷ ദേവസ്വം സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളായി തുടരുന്ന ആളാണ്. ഇടതുപക്ഷ നേതാക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ. അതിൽ ഒരാളാണ് മുരാരി ബാബു. ഒപ്പം തന്നെ ഈ പ്രതിപട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇവരിലേക്കൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ അന്വേഷണം ചെന്നെത്തേണ്ടതല്ലേ? അവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ എടുത്ത നടപടികൾ പോലെ തന്നെ സമാനമായ രീതിയിൽ അവരൊക്കെ ചോദ്യമുനയിലേക്ക് വരേണ്ട സാഹചര്യമില്ലേ? സ്വാഭാവികമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ നൽകി വിടാൻ അത് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ മുതലുള്ള എല്ലാവരെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവരെല്ലാവരെയും പ്രതിപട്ടികയിലുള്ളവരടക്കം ഈ പറയുന്ന രീതിയിൽ ചോദ്യം ചെയ്യലിലേക്ക് എത്തിപ്പെടും. അവരുടെ ഈ ഗൂഢാലോചനയിലുള്ള അവരുടെ പങ്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടക്കും. എന്തായാലും മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോഴേ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിലനിൽക്കുന്ന അന്നത്തെ ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണ സംഘം ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. അതെന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമാകുന്നത് അത്തരം നടപടികളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമോ, അതോടൊപ്പം തന്നെ ഇനി കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഈ ഹൈക്കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ വിവരങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടുത്തും, ആരൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
കൂട്ടാളികൾ എന്ന രീതിയിലേക്ക് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രാഥമിക രൂപമായി ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തമായി പറയാൻ കഴിയുക അന്വേഷണ സംഘത്തിന്റെ രീതി ഇതാണ്, അന്വേഷണ സംഘത്തിന്റെ വഴി ഇതാണ് എന്നുള്ളത്. അപ്പോൾ അതിലുൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരോപണ വിധേയർ ആളുകളുടെ മൊഴിയെടുക്കുക, അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തി ഈ സ്വർണ്ണപ്പാളികൾ പോയ വഴി, അത് മറ്റുള്ളവർക്ക് കൈമാറിയ വഴി, അത് ആരൊക്കെ പകിട്ടെടുത്തു, എവിടെയൊക്കെ വെച്ച് പങ്കിട്ടെടുത്തു, അത്തരം വിവരങ്ങളിലേക്കൊക്കെ ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ചോദ്യമുനയിലാണ് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യമുനയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഉള്ളത്. പ്രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.